ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ വായനയിലെ കള്ളനാണയങ്ങളില്ലേ, അതായത് ഒരു ട്രെൻഡിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇക്കിഗായി വായിച്ചിട്ട് മറ്റേ ജീവിതത്തിലൊരു ദർശനം കിട്ടി, പിന്നെ രാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ട് യഥാർത്ഥ പ്രണയം മനസ്സിലായി എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ആളുകൾ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? വായിക്കുന്ന ആളുകളെ കിട്ടിയല്ല ചോദിക്കാൻ പറ്റില്ല. ശരിയാ, അത് ഈ പറഞ്ഞ പോലെ നമ്മള് ബുക്സിന്റെ റിവ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, പലരും അപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഈ പോപ്പുലർ ആയിട്ട് പോകുന്നത് ശരിക്കും എനിക്കെപ്പോഴും തോന്നുന്ന കാര്യം, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു സത്യസന്ധമായിട്ട് റിവ്യൂ അല്ല ഇവരാരും പറയുന്നത്. പറയുന്നുള്ളൂ ഈ ബുക്ക് വായിച്ചിട്ട് ഇതിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പ്രധാന പ്രശ്നം ഇവരാരും പറയാത്തൊരു പ്രശ്നം, അല്ലെങ്കിൽ ആരും ഇപ്പോഴും പറയാത്തൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ നമ്മുടെ ലീഡിങ് പബ്ലിഷേഴ്സ് പലതും ഇറക്കുന്ന പുസ്തകങ്ങൾക്ക് ഒരുപാട് തെറ്റുകളുണ്ട്. അതായത് ഒരു എഴുത്തുകാരൻ എഴുതി കൊടുക്കുന്ന അത് അതേപടി അടിച്ചിട്ട് പ്രിന്റ് ചെയ്തിറക്കുന്ന പോലെ ഒരുപാട് ബുക്കുകൾ ഇവിടെ ഇരിക്കുന്ന ബുക്കുകളിൽ തന്നെ ഉണ്ട്. അക്ഷരത്തെറ്റുകളുണ്ട്, കുത്തുണ്ടാവില്ല, കോമ ഉണ്ടാവില്ല, ഇത് സെന്റൻസ് പുറത്ത് തുടങ്ങി വേറെ സ്ഥലത്ത് അവസാനിക്കുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരു ബേസിക് നമ്മളൊരു ടീച്ചർ കറക്റ്റ് ചെയ്യുന്ന കറക്ഷൻസ് ഇല്ലേ, ബേസിക് കറക്ഷൻസ്, അത്തരം കറക്ഷൻസ് പോലും വരുത്താതെ വരുന്ന പുസ്തകങ്ങളുണ്ട്. ഒത്തിരി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറയണ്ട. അത് ഇപ്പൊ ഒരു പത്രമോ അല്ലെങ്കിൽ ഒരു മാസികയിലോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഇങ്ങനെ വരുവാണെങ്കിൽ എല്ലാവരും ഇത് കാര്യമായിട്ട് പറയും. പക്ഷേ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങുന്ന, ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾ ഇത്ര നന്നായിട്ട് ഇറക്കുന്നില്ല. കാരണം അവർക്ക് കൂടുതൽ സമയം കിട്ടുന്നത്. ഒരു പബ്ലിഷിംഗ് ഹൗസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പത്രത്തെ സംബന്ധിച്ച് ഒരു ദിവസം കൊണ്ട് ഇറങ്ങുന്ന ഒരു കാര്യമാണ്. അപ്പം ആ ഒരു സാധനത്തിൽ കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞൊരു നല്ല രീതിയിൽ ആളുകൾ അതിനെപ്പറ്റി പറയുക, ഇതിന്റെ കണ്ടന്റ് മോശമാണ്, ഈ കണ്ടന്റ് ഇങ്ങനെയാണ്, ഇതിനകത്ത് അല്ലെങ്കിൽ ഇത് ഇത്ര പറയുന്ന അത്ര ഒന്നും ഇല്ല, എന്താ ഇതിനകത്ത് ഇങ്ങനത്തെ ഈ കാര്യം കൊള്ളാം, ഇത് അത്ര പോരാ, ലാംഗ്വേജ് അത്ര പോരാ, അല്ലെങ്കിൽ ഇതങ്ങനെ പോരാ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു റിവ്യൂ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞ ബുക്സിന്റെ കാര്യത്തിൽ. സിനിമയിൽ നമ്മൾ ധാരാളം കാണുന്നുണ്ട്, പക്ഷേ പുസ്തകങ്ങളുടെ കാര്യത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ റിവ്യൂസ് വന്നാൽ നന്നായി. ഈ ഒരു കാലത്ത് ഭയങ്കര പൈങ്കിളിയാണെന്നും ഇത് വെറുതെ മറ്റേ ജീവിതത്തെ പറ്റി ഒന്നും തൊടാതെ ഉള്ളൊരു പുസ്തകങ്ങളാണെന്നൊക്കെ പറയുന്ന വളരെ ഉപരിവിപ്ലവമായിട്ട് കുറെ സാഹിത്യം കലർത്തി എഴുതിയിരുന്ന, എന്തും എഴുതിയാലും സാഹിത്യമാവുന്ന ഒരു അവസ്ഥയിലുണ്ടായിരുന്ന ചില പുസ്തകങ്ങളൊക്കെ പിന്നെ റഹ്മാന്റെയോ അനിരുദ്ധിന്റെയോ മ്യൂസിക് ഇട്ടിട്ട് ഒരാൾ റീൽ ചെയ്ത ഹിറ്റാവുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് നന്നായിട്ട്. കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ലൈക്ക് തോന്നുന്ന രീതിയിൽ ഇത് ഈ പറഞ്ഞ സാധനം തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് നന്നായിട്ട് പുഷ് ചെയ്തൊക്കെ വരുന്ന കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഈ വായനയിൽ ഈയിടെയായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു ട്രെൻഡാണ് ഈ സിനിമ സ്റ്റൈലിൽ എഴുതുന്ന, അതായത് വിഷ്വലി എഴുതുന്ന ആളുകളല്ലേ പറഞ്ഞത്, സിനിമയാക്കാൻ വേണ്ടിട്ട് തന്നെ ഇപ്പൊ കുറെ ആൾക്കാർ പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. പണ്ട് ഇപ്പൊ ഈ ചേതൻ ഭാഗത്തൊക്കെ ചെയ്ത് വിജയിച്ചൊരു ഐറ്റം ആണല്ലോ. അതായത് നേരെ അത് കൊണ്ടുപോയിട്ട് അങ്ങ് സീൻ ബൈ സീൻ നമുക്ക് പോയി ഡയറക്റ്റ് ചെയ്യിപ്പിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ്. അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എഴുത്ത് ഇപ്പൊ മലയാളത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. അത് നല്ല രീതിയിൽ, കാരണം അതൊരു മാർക്കറ്റ് കിട്ടിയത് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ നല്ല കവർ ഉണ്ടായിരിക്കുക. ഒരു പടത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് വരുന്നൊരു കവർ ഉണ്ടായിരിക്കുക. ഒരു കൊള്ളാന്ന് കേട്ട് കഴിഞ്ഞാൽ രസമുള്ളൊരു പേര്, കൊള്ളാം എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എടുത്തിട്ട് ഒരു റീലൊക്കെ ഇടാനായിട്ടൊക്കെ തോന്നുന്ന ഒരു സംഭവം മതി. പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു കഥ, ഈ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം മിനിമം പോകും എന്നുള്ളൊരു ആ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നത്. ശരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് കൂടുതൽ വരുന്നത്. ഈ ഇപ്പൊ പണ്ട് ധ്യാൻ ശ്രീനിവാസൻ ഇതുപോലെ ഒരു സാഹിത്യ വേദിയിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് നന്മ ഉണ്ടായിക്കോളണമെന്ന് നിർബന്ധമില്ല, വിവേകം ഉണ്ടായിക്കോളണം നിർബന്ധമില്ല. അപ്പം മലയാളം മൊത്തം ആഘോഷിച്ചിട്ടുള്ള ഒരു സാഹിത്യകാരി എന്താ പറയുക, വളരെ ഈസി ആയിട്ട് ഒരു കൊലപാതകത്തെ പറ്റി പരാമർശിച്ചൊരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ നന്നായി വായിക്കുന്ന ആളുകൾക്ക് ശരിക്കും മനുഷ്യത്വം ഉണ്ടാവണമെന്നും വിവരം ഉണ്ടാവണമെന്നും നിർബന്ധമില്ല, അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് സത്യം. നമ്മുടെ കുഴപ്പമാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ സിനിമയിലുള്ള ഒരാള്, ഇപ്പൊ ഒരു ലീഡിങ് ആക്ടർ, പുള്ളി ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്യും, ഇങ്ങനെ എഴുതുന്ന ആളിങ്ങനെ ആയിരിക്കും, ഇവരൊക്കെ ഇത്രയും വായിക്കി എഴുതുന്നില്ല, അവരങ്ങനെ ആയിരിക്കും. അവര് നമ്മളെപ്പോ ഒരു മനുഷ്യനാണെന്ന് ആലോചിച്ചാൽ തീരാന്ന് പ്രശ്നമില്ല. അത്രയും വിലയിൽ നമ്മൾ എടുത്താൽ മതി. ഇവര് നമ്മൾ പറയുന്ന ഒരു അഭിപ്രായം അവരും പറയും. അല്ലാതെ ഇവരൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് വെച്ചേക്കുന്നുണ്ട്. ഇവരെ പറ്റി ഇവരൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇവരെല്ലാം സാധാരണ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരെ വായിക്കുന്നതൊക്കെ എത്രമാത്രം ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അറിയാലോ. നമ്മൾ ഇത്രയും പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട്, എല്ലാം നല്ല പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ആൾക്കാർ നല്ലതായിരിക്കും, അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ, മോട്ടിവേഷണൽ പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാർ ആത്മഹത്യ ചെയ്യാതിരിക്കും, ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ ആൾക്കാരെ വ്യക്തികൾ തന്നെയാണ്. അവരിപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എന്ത് വായിക്കുന്നു എന്നുള്ളതൊന്നും അവരെ ആ രീതിയിൽ അവരൊരു സ്വഭാവത്തെ അല്ലെങ്കിൽ അതിനൊക്കെ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ മാറ്റുന്നുണ്ടോന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞു, ഒരു എക്സ്പീരിയൻസ് അങ്ങനെ തോന്നിയിട്ടില്ല. വായിച്ചതിൽ ശരിക്കും ഒരു മാറ്റം തോന്നി, അല്ലെങ്കിൽ ജീവിതത്തിനോടുള്ള അപ്രോച്ച് തന്നെ മാറിപ്പോയി, അങ്ങനെ തോന്നിയ ഒരു പുസ്തകമുണ്ടോ? ജീവിതത്തോട് അപ്രോച്ച് മാറിപ്പോയിരുന്നത് റീസെന്റ് ആയിട്ട് വായിച്ചതിൽ മരണക്കൂട്ട് എന്ന് പറഞ്ഞ പുസ്തകം അങ്ങനെയായിരുന്നു.
നിയാസ് കരീമിൻ്റെ. അപ്പോൾ അതൊരു നമുക്ക് ശരിക്കും ഒരു ഐ ഓപ്പണറാണ് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല ഇപ്പോൾ വായിക്കുന്ന എല്ലാവർക്കും ഒരു ഐ ഓപ്പണറാണ്. കാരണം ശവം വാരി എന്ന് പറയുന്ന ആൾക്കാർ വിളിക്കുന്ന ഒരാളുടെ ആത്മകഥയാണ് ശരിക്കും അത്. ദുർമരണപ്പെട്ടു പോകുന്ന ആൾക്കാർ, ഇപ്പം പുഴയിലോ അല്ല റെയിൽവേ ട്രാക്കിലോ കിടക്കുന്ന ആൾക്കാർ എല്ലാവരും അറച്ചു നിൽക്കുന്നപ്പോൾ ആ ശരീരം എടുക്കാനായിട്ട് തുനിയുന്ന ഒരു മനുഷ്യൻ്റെ, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യൻ്റെ കഥയാണ്, സ്റ്റോറിയാണത്. അപ്പോൾ അത് വളരെയായിട്ട് ടച്ച് ചെയ്തൊരു ഒരു പുസ്തകമാണ് റീസെൻ്റ്ലി. അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ? ഇത് തന്നെ. ഇപ്പൊ കുറച്ചും കൂടെയൊക്കെ നമ്മുടെ ഇന്ത്യയെ പറ്റിയിട്ടൊക്കെ, അതിന്റെ ഇന്ത്യയുടെ റിയൽ സെൽഫിനെ പറ്റിയിട്ടൊക്കെ എഴുതുന്ന പുസ്തകങ്ങളും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇപ്പൊ എന്താ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുള്ള പുസ്തകങ്ങൾ, അങ്ങനത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണപ്പെട്ട മനുഷ്യർ, ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ലൈംഗിക തൊഴിലാളികൾ, അവരുടെയൊക്കെ കുറച്ചും കൂടി ഇൻഡെപ്ത് അർത്ഥം വരുന്ന, അവരെന്താ ശരിക്കും കടന്നു പോയിട്ടുള്ളതെന്ന് ഒരു രീതിയിലും കച്ചവടം ഉദ്ദേശിക്കാണ്ട് സത്യമായിട്ട് എഴുതിയ പുസ്തകങ്ങളും തോന്നിക്കുന്ന പുസ്തകങ്ങൾ വരുന്നുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യാറ്? അല്ല, അത്തരം പുസ്തകങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ ഈ വായിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരു ലോകം കാട്ടിത്തരുന്ന പുസ്തകങ്ങൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാവുന്നത് റിയൽ ലോകങ്ങളാണ്. മറ്റേന്ന് ഫിക്ഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാൻറ്റസിയിൽ പോകുന്ന ഒരു, ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ട് നമ്മളൊരു സ്ഥലത്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞത്, മറ്റേത് നമ്മളെ കുറച്ചൊരു പേടിപ്പിക്കുകയും അങ്ങനത്തെ ഒരു സംഭവമാണ്. മറ്റേ ഇതിൽ നമുക്ക് അങ്ങനെ കാര്യം, ഇത് ഫിക്ഷനാണ് നമുക്ക് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വായിച്ചു പോകുന്നത്. മറ്റേത് ഇങ്ങനെ നമ്മൾ ഈ നിൽക്കുന്ന ഒരു സ്ഥലത്തിനപ്പുറത്ത്, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിനപ്പുറം നമ്മളിപ്പുറത്ത് കാണുന്ന ഒരാളുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സ്റ്റോറി ആയിരുന്നൊക്കെ പറയുന്ന ഒരു സംഭവം നമ്മൾ ഞെട്ടിപ്പിക്കുകയും നമുക്ക് ഭയങ്കരമായിട്ടൊരു അത് തരുന്ന അത്രയും സംഭവം ശരിക്കും ഫിക്ഷൻ തരാറില്ലെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ല എനിക്ക്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ. ഈ പുസ്തകങ്ങൾ സിനിമകളാവുമ്പോൾ തൃപ്തി തോന്നാറുണ്ടോ? എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് തോന്നിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പുസ്തകം വായിക്കുന്ന പോലെയല്ലല്ലോ സിനിമ കാണുന്നത്. സിനിമ എനിക്ക് ഭയങ്കര ലിമിറ്റഡായി തോന്നിയിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് ഭയങ്കര ക്ലീഷയായി പറയുന്നത് തന്നെയാണ്. പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചെടുക്കുന്ന കുറേ ഇമേജസും കഥകളും ആണല്ലോ. അപ്പം സിനിമയിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര ലിമിറ്റഡായി തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ ആടുജീവിതം തന്നെ എടുത്തു നോക്കിയാൽ, ഇപ്പൊ അതിനകത്ത് ഈ നജീബിന് ഒരു തോക്ക് കിട്ടുന്നതും, നജീബ് കാട്ടറബിയെ കൊല്ലാൻ അവസരം കിട്ടിയിട്ടും അർബാബിനെ അവസരം കിട്ടിയിട്ടും വിടാതെ നഗ്നനായി മഴയത്ത് നനഞ്ഞ് ഒരു നൃത്തം പോലെ ചവിട്ടുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു രംഗമുണ്ട്. അല്ലെങ്കിൽ വടിയുടെ തണലിൽ ഇരിക്കുന്ന നജീബിനെയൊക്കെ നമുക്ക് കണ്ടിട്ട്, അതൊന്നും പക്ഷെ നമ്മൾ സിനിമാ ഭാഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ എനിക്ക് വളരെ മിസ്സിംഗ് ആയിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ആടുജീവിതം കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഇത് തന്നെയാണ് ആടുജീവിതം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും ഇതൊരു വളരെ വായിക്കും കിടന്നൊരു വാസ്റ്റ്നെസ് ഉണ്ടല്ലോ ഇതിന്. അത് ശരിക്കും ഈ ഫ്രെയിമിലേക്ക് ഒതുങ്ങുമ്പോഴത്തേക്കും വല്ലാണ്ടെങ്കിൽ ചെറുതായിപ്പോയി സിനിമ. ചെറുതായിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഫ്രെയിം ചെറുതാകുന്നതിനല്ല, മൊത്തത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര അങ്ങോട്ട് തൃപ്തികരാത്ത ഒരു സിനിമയാണ് ആടുജീവിതം. ഈ ഇങ്ങനെ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് ഏൺ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തെ പുഷ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് പിടിച്ചൊരു കാര്യമാണല്ലോ. എന്തൊക്കെയാ ഫേസ് ചെയ്തിട്ടുള്ള ചാലഞ്ചസ്? ആദ്യമേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ടീച്ചറായി വർക്ക് ചെയ്തിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കാന്ന്. അത് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, വിവിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടൊക്കെ കൊണ്ടാണ് അങ്ങനെ നിൽക്കാൻ പറ്റിയത്. എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പൊ നമ്മളെ പ്രൊഡക്ട്സ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പം വാങ്ങിക്കാൻ ആൾക്കാരുണ്ടെന്ന് മനസ്സിലാകുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. നമ്മളെ പ്രൊഡക്റ്റ്, നമ്മളെ സിഗ്നേച്ചർ ഐറ്റം, അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, നമ്മളെ പ്രൊഡക്റ്റ് പേര് കണ്ടിട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് ഇത് അതിന്റെ ഐറ്റം ആണ് എന്ന് മനസ്സിലാകുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് തീർച്ചയായും കംപ്ലീറ്റ്ലി കോൺഫിഡന്റ് ആയത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാല്. അത് ഇപ്പോഴായാലും അപ്പോഴായാലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഒരു ജോലി തെരഞ്ഞെടുത്തത് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് സന്തോഷമായിരുന്നു ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, ഇവൾക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. ബോസ് ഞാൻ തന്നെ അതാണ് അതിന്റെ ഒരു സന്തോഷം, അതിന് കിട്ടുന്ന ഒരു ഫ്രീഡം ഭയങ്കരമാണ്. അപ്പൊ അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സമാധാനം. കാരണം ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും സമാധാനമാണ് ശരിക്കും. അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് രണ്ട് സ്ഥലത്തെയും പ്രശ്നങ്ങളും ഒക്കെ ആകപ്പാട് അതിന് വേണ്ടി തന്നെ പോകും. ഇത് സോൾവ് ചെയ്യാൻ തന്നെ പോകരുത്. ആ കാര്യത്തിലൊക്കെ വളരെ സമാധാനം. പിന്നെ ഇത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. നമ്മൾ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമുക്കത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ പ്രിന്റ് മീഡിയയിലേക്ക് ശരിക്ക് ആദ്യത്തെ ലിറ്റിൽ തിങ്സിന്റെ വേറെ ഒരു സെക്ഷൻ ഉണ്ടാക്കി തരുന്ന വിവിയാണ്. കാരണം ഞാൻ ഡയറക്റ്റ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നു, ഹാൻഡ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് ഞാൻ ഓൾറെഡി വരച്ച ഡിസൈൻസ് സ്കാൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് പിന്നെയും കോപ്പീസ് ഉണ്ടാകണം. കാരണം ഇതുപോലെ ചോദിച്ചു വരുന്നവർ പിന്നെ കൊടുക്കാനില്ല, ഫോട്ടോ മാത്രമേ കയ്യിലുള്ളൂ. ഇത് അന്ന് വരച്ച ഇത് നിങ്ങളെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല. അപ്പൊ ഇപ്പെന്ന് വെച്ചാൽ അത് വിവി അത് കറക്റ്റായിട്ട് ഡീൽ ചെയ്ത് ആ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ വിവിന്റെ സൈഡിൽ നിന്ന് അത് നടക്കുന്നത്. ഡിജിറ്റൽ ഏരിയയിലേക്ക് പോകുന്ന പരിപാടികളൊക്കെ സ്മോൾ തിങ്സ് എന്നുള്ള നിങ്ങളുടെ പേജ് എടുത്ത് നോക്കിയാലും
പിന്നെ ഈ മൊത്തത്തിലുള്ള നിങ്ങളുടെ കോണ്ടന്റ് എടുത്ത് നോക്കിയാൽ അത് അധികവും പുസ്തകമായിട്ടും സാഹിത്യമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ പണം അധികം വരുന്നതിന് ഈ എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ, എന്റർടൈനർ വ്ളോഗൊക്കെയാണ് കൂടുതൽ കൊളാബും കാര്യങ്ങളും ഒക്കെ വരുന്നത്. എപ്പോഴെങ്കിലും ആ രീതിയിലേക്ക് കോണ്ടന്റിനെ തിരിച്ചെങ്കിൽ കുറച്ചും കൂടി പണം ഉണ്ടാക്കാമായിരുന്നോ, അല്ലെങ്കിൽ ഇതിന്റെ സാധ്യത ഭയങ്കര ശുഷ്കാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇത് നമ്മൾ ചെയ്യുന്നതിനോട് നമുക്ക് കിട്ടുന്ന ഒരു നേരത്തെ പറഞ്ഞ കിക്ക് ഉണ്ടല്ലോ, സാറ്റിസ്ഫാക്ഷൻ, തീർച്ചയായും അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അത് കൂടിയെങ്കിലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പണ്ടേ നിർത്തിയിട്ട് വല്ല വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ ഉറപ്പാ. പക്ഷെ ഇതിൽ കംപ്ലീറ്റ്ലി ഇഷ്ടത്തോടുകൂടിയാ ചെയ്യുന്നത് രണ്ടാളായാലും. നമ്മളൊരു പേഴ്സണൽ ഗ്രോത്ത് ആണല്ലോ. ഇന്നലെ ഉള്ള ഞാനായിരിക്കും ഇപ്പൊ ഒരു സാധനം ചെയ്ത് കഴിയുമ്പോൾ ഇതുകൂടെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഒരാൾ പറയുമ്പോൾ ഇതുകൂടെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. ഒരു സന്തോഷമാണ് ബേസിക് ഇതിന്റെ. നമ്മൾ ഉദ്ദേശിക്കാൻ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അതാണ് മെയിനായിട്ട് കാണുന്നത്. സന്തോഷം എന്നറിയട്ടെ. ബാർഡ് ഓഫ് സ്മോൾ തിങ്സിന് ഇനിയും നമ്മുടെ സാധാരണപ്പെട്ട വാക്കുകളും അതിസാധാരണപ്പെട്ട വാക്കുകളും ഒക്കെ ഉൾപ്പെടുത്തി വീഡിയോസ് ചെയ്യാൻ സാധിക്കട്ടെ. രണ്ടുപേരുടെ നേരത്തിന് ഒരുപാട് നമസ്കാരം. താങ്ക് യു.